ഇത് ശരിക്കും നമ്മൾ കൊടുത്താലോ അല്ലെങ്കിൽ ഈവൻ ആക്രിക്കാർ പോലും വില പറയുന്നത്. എൻ്റെ ദൈവമേ, ഇത് ശരിക്കും ഞാനൊരു 2 ഗിയറും കൂടി ഇട്ടിരുന്നു. നിങ്ങളത് കണ്ടിട്ട് ഇതിൻ്റെ അവസ്ഥയൊന്ന് പറ. ഇതിന് നേരെയാക്കാൻ പറ്റുമോ? ശരിക്കും ചങ്ക് പൊളിയുന്ന രീതിയിലാണ് ഇവൻ്റെ ഇപ്പോൾ അവസ്ഥ കിടക്കുന്നത്. 1993 തൊട്ട് ഇന്ന് 2026 പോലും യുവാക്കളുടെ ഹരമായിട്ടുള്ളൊരു മാരുതിയുടെ മോഡലാണ് നമ്മുടെ സെൻ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നോർമൽ ഒരു സെൻ അല്ല. പരിചയപ്പെടുത്തുക മാത്രമല്ല, കുറച്ചധികം പ്രോബ്ലംസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെന്താണെന്നുള്ളതും അതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്നുള്ളതും നമ്മളിന്ന് നോക്കുക. അതിൻ്റെ ഒരു പാർട്ട് ഓഫ് സീരീസ് ആയിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഈ ഒരു സെൻ എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള സെൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എക്സ്ക്ലൂസീവ്, ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള മാരുതിയുടെ ഒരു മോഡലാണ് ഈ കിടക്കുന്ന സെൻ കാർബൺ എന്ന് പറയുന്നത്. 2003 വെറും 300 യൂണിറ്റുകൾ മാത്രമേ അവർ ഇന്ത്യയിലേക്ക് ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ലോഞ്ച് ചെയ്തുള്ളൂ. 300 ബ്ലാക്ക് കാറിനെ അവർ കാർബൺ എന്ന് വിളിച്ചു, 300 സിൽവർ കാറിനെ അവർ സ്റ്റീൽ എന്ന് വിളിച്ചു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഡോസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നാണ്. 2 ഡോറ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല വളരെയധികം ലൈറ്റ് വെയിറ്റ്, ഏകദേശം 730-760 കിലോ മാത്രമേ ഇവന് വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നമ്മൾ നോർമൽ ഒരു സെന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഹാൻഡ്ലിംഗ് ഒക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് നമ്മുടെ മാരുതി ഒരു കാർബൺ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തത്. ഇത് ശരിക്കും പോളണ്ട് എന്ന് പറയുന്നൊരു മാർക്കറ്റിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു മോഡലായിരുന്നു. എന്തോ ലീഗൽ ഇഷ്യൂസ് വന്നു. ആ സമയത്ത് അവർ 600 എണ്ണം ഇന്ത്യയിൽ ലിമിറ്റഡ് ആയിട്ട് ഇറക്കി. ഇന്ന് പല ബ്രാൻഡ്സ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹീന്ദ്ര ലോഞ്ച് ചെയ്തൊരു സാധനം കണ്ടു, നമ്മുടെ BE6 ബാറ്റ്മാൻ എഡിഷൻ എന്ന് പറഞ്ഞ് ഏകദേശം 1000 യൂണിറ്റ് താഴെ ലിമിറ്റഡ് എഡിഷനാണെന്ന് പറഞ്ഞ് ആൾക്കാർക്കെല്ലാം സെല്ല് ചെയ്തു. ലിമിറ്റഡ് എഡിഷൻ, ബാറ്റ്മാൻ എഡിഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ കൊല്ലം ആ സെയിം സാധനം താണ്ട് അവർ വീണ്ടും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആദ്യം ചെയ്ത കസ്റ്റമേഴ്സിനോട് കാണിച്ച ഒരു മോശം രീതിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള പറയുക. പക്ഷേ മാരുതി അന്നും ഇന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. ലിമിറ്റഡ് എഡിഷനായിട്ട് ഈ 600 പീസുകൾ മാത്രമേ അവർ സെല്ല് ചെയ്തുള്ളൂ. അന്ന് 5-6 ലക്ഷം രൂപ താണ്ട് ഇവന് വില ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് വീണ്ടും എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും നമ്മൾ കൊടുത്താലോ അല്ലെങ്കിൽ ഈവൻ ആക്രിക്കാർ പോലും വില പറയുന്നൊരു സ്റ്റേജിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാൻ ലംബോഗിനിനേക്കാളും റെയറാണ്, മറ്റേ മാങ്ങയാണ്, തേങ്ങയാണ്, ചക്കയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയധികം മാർക്കറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് നമ്മൾ ആരും കാണാത്ത വലിയൊരു പണി ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിൻ്റെ ചാസി ഫുള്ള് തുരുമ്പ് പിടിച്ച്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കിവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഹാൻഡ്ലിങ് കിട്ടുന്നില്ല. അതായത് വണ്ടി വളരെയധികം നമ്മൾ തിരിക്കുന്ന സ്ഥലത്തേക്കല്ല വരുന്നത്. ആ ഒരു സെൻ കാർബണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അങ്ങ് പോയി. നമുക്ക് വണ്ടി എടുക്കാൻ പോലും തോന്നുന്നില്ല. ഞാൻ നമ്മുടെ ലോക്കൽ 1-2 വർക്ക്ഷോപ്സിലൊക്കെ കാണിച്ചു. അവരാദ്യമേ ഏതാണ്ട് ബുഷും ബോൾട്ടും ഒക്കെ മാറി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു അതിൻ്റെ അടിയിൽ മുഴുവൻ വർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് റിപ്പയർ ചെയ്താലോ എന്നുള്ളത്. പറഞ്ഞു പറ്റത്തില്ല, അതിൻ്റെ പാർട്സ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല, ഇല്ലെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ടി അടിച്ച് പറിച്ച് ഒക്കെ ചെയ്യേണ്ടി വരണം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഞാനിപ്പം ഒരു സ്ഥലം വരെ കൊണ്ടുപോവാണ്, എന്താവും അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എഞ്ചിനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് തുറക്കാൻ പോലും പറ്റുന്നില്ല, കൈ പൊള്ളുന്ന രീതിയിൽ ചൂടത്ത് നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ആ ക്യാമറ എനിക്കൊന്ന് ഞാൻ നമ്മുടെ ഓഡിയൻസിനൊന്ന് കാണിച്ചു കൊടുക്കാം. അതായത് നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? ഈ ഒരു എൻജിൻ അങ്ങ് താന്നിരിക്കുന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അതുമാത്രമല്ല, ഞാനിത് ഡ്രൈവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് നമ്മളിപ്പം ഒരു സ്ഥലം വരെ കൊണ്ടുപോയി, ഒരു വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോകുക. അവിടെ ചെന്നിട്ട് ഞാൻ ഇതിൻ്റെ അടിയിലുള്ള പ്രശ്നങ്ങളും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങളത് കണ്ടിട്ട് ഇതിൻ്റെ അവസ്ഥയൊന്ന് പറ. ഇതിന് നേരെയാക്കാൻ പറ്റുമോ അതോ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരുമോ? എനിക്ക് സ്ക്രാപ്പ് ചെയ്യേണ്ടി വരില്ല, പക്ഷേ എന്നാൽ പോലും ആ ഒരു പഴയൊരു ഹാൻഡ്ലിങ്ങും പഴയ രീതിയും തിരിച്ച് കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ ഒരു വർക്ക്ഷോപ്പ് വരെ പോയിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ആ ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്കും കൂടെ ഞാനൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ എന്താണ്ട് ജസ്റ്റ് നമ്മുടെ വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടി മുഴുവൻ പോയി കിടക്കും. അതായത് ഇതിൻ്റെ ആ ഒരു ഗിയർ ബോക്സിൻ്റെ അവിടെ ഫുള്ള് പോയി, ആ എൻജിൻ മൗണ്ട് പോയി. അതായത് എൻജിൻ്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നിൽക്കുന്ന സാധനം പോയി. ഏത് നിമിഷം വേണമെങ്കിലും ആ എൻജിൻ ഒരു റോഡിൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ കേട്ടോ ഈ വളവൊന്നും വണ്ടി തിരിയുന്നേ ഇല്ല. അതായത് വളവ് തിരിക്കുന്ന സമയത്ത് ആ ചാസിയുടെ 2 അറ്റവും വിട്ട് കിടക്കുന്നതുകൊണ്ട് ടയർ ഭയങ്കരമായിട്ട് സ്ക്വീക്കി നോയ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് നമ്മൾ 8 മാനുവലിലേക്കാണ് പോകുന്നത്. അതായത് അവിടെ നമ്മുടെ റോഹിത് എന്ന് പറഞ്ഞ ഒരു മാരുതിയുടെ തന്നെ ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ഉണ്ട്. അതായത് മേജർ വർക്കുകളൊക്കെ ചെയ്യുന്ന നമ്മുടെ കോട്ടയത്ത് തന്നെ ഏറ്റവും മെയിൻ ഒരു സെൻ്ററാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവരെ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വണ്ടി കൊണ്ടുപോകാം, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നവിടെ ചെന്നിട്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടും അണ്ടർഗ്രൗണ്ട് അല്ല, ഇതിൻ്റെ അടി ഫുള്ള് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 വരെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ടയർ 2 തേഞ്ഞ് തീരാനുള്ള സാധ്യത ഉണ്ട്. ഇതുണ്ടോ, കണ്ടോ?
ഇപ്പോൾ മൈക്ക് ഞാൻ കുത്തിയേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊന്ന്. പിന്നെ ഇതിൻ്റെ അകല് കാണിച്ചാൽ സ്പീഡോമീറ്റർ ഊരി കിടക്കുന്നതുകൊണ്ട് സ്പീഡ് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. അതെന്തോ ആ കേബിൾ പൊട്ടിയാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് താണ്ട പിടിക്കുന്നുണ്ടോ, ഹാർഡും ആവുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ കണ്ടോ ഇവൻ്റെ നിങ്ങൾക്ക് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വണ്ടി നമുക്ക് ഇതിൽ കൂടെ ഒരു ശകലം പോലും പുഷ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പുഷിംഗ് എന്നുള്ള മാത്രമല്ല, 8 വരെ ഈ എഞ്ചിൻ ഊരി പോകാതെ ചെല്ലുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ എഞ്ചിൻ റോഡിൽ ഊരി കിടക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മൾ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. ഒരു വിധത്തിൽ ഓടിച്ച് നമ്മുടെ തള്ളകത്തുള്ള റോഹിത് മോട്ടോഴ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ മാരുതിയുടെ ഓതറൈസ്ഡ് ഡീലറാണ്. നമുക്ക് ഈ ലോക്കൽ വർക്ക്ഷോപ്പിൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഓതറൈസ്ഡ് ഡീലർ ആയതുകൊണ്ട് ഇവർക്ക് ചിലപ്പോൾ പാർട്സും ഒക്കെ സോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരാദ്യം പറഞ്ഞാൽ നമുക്ക് ആദ്യമേ ലിഫ്റ്റിലൊന്ന് കയറ്റി ഇതിൻ്റെ അണ്ടർബോഡി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സിവിയറിറ്റി മനസ്സിലാവും. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനും അകലും റോഡിൽ കിടക്കാതെ അല്ലെങ്കിൽ എഞ്ചിൻ ഉൾപ്പെടെ റോഡിൽ കിടക്കാതെ ഇവിടം വരെ എത്തിയത്. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് റേസ് ചെയ്തിട്ട് ഇവൻ്റെ അണ്ടർബോഡിയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും ചങ്ക് പൊളിയുന്ന രീതിയിലാണ് ഇവൻ്റെ ഇപ്പോൾ അവസ്ഥ കിടക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നമ്മുടെ റോഹിത് മോട്ടോഴ്സിൽ വന്നു. ഇവർ ഓൾറെഡി ഇവർക്ക് ഇതുപോലെ ഫുള്ള് പണിത് എക്സ്പീരിയൻസും ഉണ്ട്. അതുമാത്രമല്ല മാരുതിയുടെ ഓതറൈസ് ഡീലറും ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ പാലയിലൊക്കെ കുറച്ച് ലോക്കലെടുത്ത് അന്വേഷിച്ചപ്പോൾ അവരിത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം ഫുൾ എഞ്ചിൻ ഊരണം, കുറേ വർക്കുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാമെന്നാണ് ഇവർ പറഞ്ഞത്. കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സിവിയറിറ്റി ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തൂടെ കയറി അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടോ, ഈ റണ്ണിങ് പാനലൊന്നും ഇവനില്ല, അതൊക്കെ തീർന്നു. നമ്മൾ താണ്ട ലിഫ്റ്റിൽ കയറ്റാൻ തന്നെ ശരിക്കും കഷ്ടപ്പെട്ടു. ആ ഒരു സാധനം ഫുള്ള് ദ്രവിച്ച് പോയേക്കുവാണ്. ഇപ്പുറത്തെ സൈഡിലും അതിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് നമ്മളിതുവരെ പാച്ചൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഈ ഒരു 20-25 കൊല്ലം, എത്ര 25 കൊല്ലമില്ലെന്ന് തോന്നുന്നു, എത്ര 15-20 കൊല്ലം എടുത്ത് പ്രായമുള്ള വണ്ടിയുടെ ഒരു അവസ്ഥ ഇതാണ്. പിന്നെ ഇതിന് നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ചാസിയുടെ തുമ്പ് കണ്ടോ, ഏപ്രോൺ കണ്ടോ, ഇത് ഇവിടുന്ന് സാധനം കട്ടായിട്ടിരിക്കുക. രണ്ട് സൈഡിലും ആ അറ്റവും ഈ അറ്റവും അവിടെയില്ല ഇവിടെയില്ല. അതുകൊണ്ടാണ് ഇവന് സ്റ്റെബിലിറ്റി മെയിൻലി കിട്ടാത്തത്. പിന്നെ മേജർ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രോസ് മെമ്പർ ഉണ്ടല്ലോ, ഈ സാധനം തൊട്ട് ഈ സാധനം വരെ ഇവനെയാണ് എൻജിൻ താങ്ങി നിൽക്കുന്നത്. ഇത് ഇവിടുന്ന് ചളുങ്ങിയിട്ട് ഇത് താഴ്ത്തു വന്നു. അതുകൊണ്ടാണ് നമ്മുടെ എൻജിൻ താഴ്ത്തിരിക്കുന്നത്. അത് പോയി കിടക്കുവാണ്. ഏറ്റവും സിവിയർ ഒരു സാധനമാണിത്. ഇതുണ്ടോ, എൻ്റെ ദൈവമേ, ഇത് ശരിക്കും ഞാനൊരു 2 ഗിയറും കൂടി ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ റോഡിൽ കിടന്നായിരുന്നു. ഇത് നോക്കി, എൻ്റെ അമ്മോ, ഈ വർക്ക് ഇവർ ചെയ്തെടുക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. പക്ഷേ എന്നാണെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ട്. നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ എന്താണെങ്കിലും അങ്ങോട്ട് മാറ്റിയിടും. കുറച്ച് സമയമെടുക്കും പാർട്സൊക്കെ സോഴ്സ് ചെയ്ത് വരണമുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും പാച്ച് വർക്കോ ഇതുപോലത്തെ വർക്കോ നിങ്ങൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ അവരെ തല്ലിപ്പൊളിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങ് പോകേണ്ട കാര്യമില്ല. എന്ത് ക്രൂഷ്യൽ വർക്കാണെങ്കിലും ഇങ്ങ് പോരെ. നമുക്കിതിൻ്റെ സീരിയസ് ആയിട്ട് കാണുമ്പം, അതായത് ഓരോ പാർട്സ് പൈസ വരുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും. അപ്പോൾ എന്താണെങ്കിലും ദിസ് ഈസ് ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. വളരെ ഹാപ്പി അല്ല, പക്ഷേ എന്നാലും ഒരു ഹാപ്പിനെസ് ഉണ്ട് ഇവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എറണാകുളത്തിന് പോവുകയാണ്. അപ്പോൾ അടുത്ത ദിവസം വന്ന് വീണ്ടും നമുക്കിതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ എന്താണെങ്കിലും ബൈ.